നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്തിലെ 3-ാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യുന്നത്. 3-ാമത്തെ ചാപ്റ്ററിലെ 15-ാമത്തെ ഖണ്ഡം. പ്രപഞ്ചം ഒരു സമ്പത്തിന്റെ ഖജനാവാണ്, ആശ്രയവുമാണ്. ആദ്യത്തെ ശ്ലോകം: അന്തരീക്ഷോദര കോശോ ഭൂമിർ ബുധ്നോ ന ജീര്യേത ദിശോ ഹ്യസ്യ സ്രക്തവ്യോ ദ്യോരസ്ത്യോദരം ഭിന്ദം സ ഏഷ കോശോ വസുധാനസ്തസ്മിൻ വിശ്വമിദം അശ്രിതം. ഈ ഖജനാവിന്റെ സ്ഥലം അന്തരീക്ഷം ആകുന്നു. ഭൂമി അതിന്റെ അടിവശം, ഒരിക്കലും കേടാവാത്ത അടിവശം. അതിന്റെ കോണുകൾ സ്വർഗത്തിന്റെ ധ്രുവങ്ങൾ. മുകളിലുള്ള ദ്വാരം ആകാശം. ഇത് സമ്പത്തുള്ള ഖജനാവാണ്. അവിടെ എല്ലാം നിലനിൽക്കുന്നു. രണ്ടാമത്തത്: തസ്യ പ്രാചീ ദിക്സുഹുർനാമ സഹമാനാ നാമ ദക്ഷിണാ രാജ്ഞീ നാമ പ്രതീചി സുഭൂതാനാമോദീചി താസാം വായുർവത്സ സ ഏതമേവം വായും ദിശാം വത്സം വേദ ന പുത്രരോധം രോദിതി സോമേതേതദേവം വായും ദിശാ വത്സം വേദ മാ പുത്രരോധം രുതം. അതിൻ്റെ കിഴക്കുഭാഗം യജ്ഞത്തിന്റെ ജുഹി ആണ്. തെക്കുഭാഗം രാജാവ്, അതായത് അതിശക്തനാണ്. പടിഞ്ഞാറേ ഭാഗം രാജ്ഞി, വടക്കുഭാഗം ധനവാൻ എന്നറിയപ്പെടുന്നു. വായു ഈ സ്വർഗത്തിന്റെ വാസസ്ഥാനത്തെ വാസസ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഈ വായു അറിയുന്നവൻ പുത്രനു വേണ്ടി വിലപിക്കുകയില്ല. ഞാൻ ഈ വായുവിനെ സ്വർഗത്തിന്റെ സത്തയായി, സന്തതിയായി ഇപ്പോൾ അറിയുന്നു. ഒരു പുത്രനു വേണ്ടി ഞാൻ വിലപിക്കാതെ ഇരിക്കട്ടെ. 3-ാമത്തെ ശ്ലോകം: അരിഷ്ടം കോശ പ്രപദ്യോ മുനാ മുനാ മുന പ്രാണം പ്രപദ്യോ മുനാ മുനാ മുന ഭൂഹു
പ്രപദ്യോ മുനാ 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 ഭുവ പ്രപദ്യേ മുനാ മുനാ മുന സ്വഹ പ്രപദ്യേ മുനാ മുനാ മുന. ഞാൻ ഇതിലൂടെ അനശ്വരമായ ഖജനാവിൽ ആശ്രയം പ്രാപിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ പ്രാണത്തിൽ ആശ്രയം പ്രാപിക്കുന്നു. ഇതുകൊണ്ട് ഞാൻ ഭുഹുവിൽ ഭുവസ്സിൽ സ്വർ ഇതുകൊണ്ട് അഭയം പ്രാപിക്കുന്നു. സ യഥവോചം പ്രാണം പ്രപദ്യ ഇതി പ്രാണോ വാ ഇദം സർവം ഭൂതം യദിദം കിഞ്ച തമേവ തത്പ്രായസി. ഞാൻ പ്രാണത്തിൽ അഭയം പ്രാപിക്കുന്നു, പ്രാണനിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രാണൻ ഇവിടെ ഉള്ളതെല്ലാം എന്തെല്ലാം വന്നു ചേർന്നിട്ടുണ്ടോ അവ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ അഭയം പ്രാപിച്ചത്. അഥ യഥവോചം ഭൂഹു പ്രപദ്യ ഇതി പൃഥിവീം പ്രപദ്യേന്തരീക്ഷം പ്രപദ്യേ ദിവ പ്രപദ്യ ഇത്യേവ തഥവോചം. ഞാൻ ഭൂഹുവിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭൂമിയിൽ, അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ ആശ്രയം പ്രാപിക്കുന്നു എന്നാണ്. ആറാമത്തെ ശ്ലോകം. അഥ യഥവോചം ഭൂവഃ പ്രപദ്യ ഇത്യാഗ്നിം പ്രപദ്യേ വായും പ്രപദ്യ ആദിത്യം പ്രപദ്യ ഇത്യദേവ തഥവോചം. ഞാൻ ഭുവസ്സിൽ ആശ്രയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ അഗ്നിയിൽ, വായുവിൽ, സൂര്യനിൽ അഭയം പ്രാപിക്കുന്നു എന്നാണ്. അഥ യഥവോചം സ്വ പ്രപദ്യ ഇത്യഗ്നിം പ്രപദ്യേ വായു പ്രപദ്യ ആദിത്യം പ്രപദ്യ ഇത്യേവ തഥവോചം. ഞാൻ സ്വറിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഋഗ്വേദത്തിൽ, യജുർവേദത്തിൽ, സാമവേദത്തിൽ അഭയം പ്രാപിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ആധ്യാത്മിക യാത്രയുടെ അതിൻ്റെ ഔന്നത്യത്തിൽ ആത്മനും ബ്രഹ്മവും ഒന്നു തന്നെയാണ് എന്ന തിരിച്ചറിവുണ്ടാവുന്നു എന്ന് ഇതിനു മുമ്പേയുള്ള ഖണ്ഡത്തിൽ പറഞ്ഞു. സർവം ഖൽവം ഇദം ബ്രഹ്മ, ഗോഡ് ഇസ് ഓൾ എന്നുള്ള ആ തത്വം. അപ്പൊ ആ തത്വത്തിലേക്ക് ഉയരാനുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഈ ആധ്യാത്മിക യാത്ര. നമ്മൾ ശരീരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശരിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് മനസ്സുകൊണ്ടാണ്. നമ്മുടെ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്നത് മനസ്സിന്റെ പ്രവർത്തന മണ്ഡലമായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിലാണ്. ഒരു മനുഷ്യൻ എന്താണ് അല്ലെങ്കിൽ ഒരു ജീവി എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്, സ്ഥൂല ശരീരമല്ല. സ്ഥൂല ശരീരം എല്ലാം ഒന്ന് തന്നെയാണ്, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിക്കുന്നത് സൂക്ഷ്മ ശരീരമാണ്. അവിടെയാണ് മനസ്സ് പ്രവർത്തിക്കുക. അതിനാണ് ബോധം, കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം കോൺഷ്യസ്നസ് ഇവോൾവ് ചെയ്തോ അത്രത്തോളം എവല്യൂഷൻ സംഭവിച്ചു. ശരീരം മാത്രം വലുതായിട്ട് കാര്യമില്ല. ഈ ലോകത്തിൽ ഒരുപാട് വലിയ വലിയ ജീവികളുണ്ട്. തിമിംഗലമുണ്ട്, ആനയുണ്ട്. മനുഷ്യൻ എത്രയോ ചെറുതാണ്. പക്ഷെ മനുഷ്യൻ പരിണാമത്തിൽ വളരെ വലുതാണ് എന്ന് പറയുന്നു. മനുഷ്യനേക്കാൾ ശക്തരായിട്ടുള്ള മൃഗങ്ങളുണ്ട്, മനുഷ്യനേക്കാൾ ആകാശത്ത് പറക്കുന്ന ജീവികളുണ്ട്. പക്ഷെ എങ്കിലും മനുഷ്യനാണ് എവല്യൂഷന്റെ ഏറ്റവും ഉയർന്നത് എന്ന് പറയുന്നു. കാരണം ബോധം അത്രയും ഉയർന്നിരിക്കുന്നു. മറ്റുള്ള ചരാചരങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടും അവരുടെ അനുഭവങ്ങളെക്കുറിച്ചുമുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓണ്ടോജനി മിമിക്സ് ഫൈലോജനി എന്ന് ബയോളജിയിൽ സിദ്ധാന്തമുണ്ട്. നമ്മൾ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ ഒരു യൂണിസെല്ലുലാർ ജീവി തൊട്ടിട്ട് മനുഷ്യന്റെ തലം വരെയുള്ള പരിണാമ യാത്ര മുഴുവൻ കണ്ടിരിക്കുന്നു. അവിടെ മത്സ്യമാവുന്നു, ആംഫീബിയൻ ആവുന്നു, സർപ്പത്തിന്റെ ശരീരം, ഫീറ്റസിന്റെ പല സ്റ്റേജ് നോക്കിയാൽ അറിയാം. അതൊക്കെ നമ്മുടെ അറിവുകളിൽ ഓൾറെഡി രേഖപ്പെടുത്തി, നമ്മൾ പഠിച്ച് കടന്നു വന്നതാണ്. അതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പഠിച്ചു? ശരിക്കും പഠിച്ചിട്ടില്ല. കാരണം മനസ്സിപ്പോഴും അവിടെ തന്നെ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലിപ്പോഴും പൂർണ്ണജ്ഞാനം വന്നിട്ടില്ല. ഇവിടെ ഇപ്പോഴും പക്ഷീനെ പോലെ പറക്കണം, ആനയെ പോലുള്ള ശക്തി വേണം, ചീത്തയെ പോലെ ഓടണം, ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹത്തിന് ഒരു അവസാനമില്ല. ഈ ലോകം മുഴുവൻ നേടിയാലും സംതൃപ്തി വരില്ല, അത്രയും ആഗ്രഹമാണ് നമുക്ക്. പക്ഷെ ലോകം മുഴുവൻ നേടിയാലും പ്രപഞ്ചം മുഴുവൻ നേടിയാലും കംപ്ലീറ്റ് ആവില്ല. പ്രപഞ്ചങ്ങൾ പിന്നെയും ബാക്കിയുണ്ട്. അപ്പൊ എന്തെല്ലാമാണ് നമ്മൾ നമ്മുടേതാക്കി മാറ്റേണ്ടത്? ശരിക്കും ഇതൊക്കെ മാറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ തിരിച്ചറിവ് വേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്നിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായത് എന്നുള്ളത്. അപ്പൊ തിരിച്ചുള്ള യാത്രയാണ് ഏറ്റവും പ്രധാനം. ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്നിൽ നിന്നും പ്രകടമായത് ഞാൻ തന്നെ പുറത്തേക്ക് ഡിവോൾവ് ചെയ്ത് വന്നതാണ് ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയുക. അതാണ് സ്പിരിച്വൽ യാത്ര എന്ന് പറയുന്നത്. അതാണ് പൂർണ്ണ ജ്ഞാനത്തിലേക്കുള്ള യാത്ര.
അപ്പൊ ഭൂമി നമ്മളിൽ നിന്നും പ്രകടമായിരിക്കുന്നു. ആ ഭൂമിയുടെ ആ സ്വഭാവം നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂസ്വത്തിനോടുള്ള ആകർഷണം പോകുന്നു. സഹജമാർഗത്തില് ഫസ്റ്റ് പോയിന്റ് എർത്ത് ചക്ര ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ എർത്തിന്റെ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ വരുന്നു. അങ്ങനെ ഇവിടെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവുന്നു, അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടേ മാറുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ യായതോ വിഷയാൻ പുംസഹ സംഘസ്ഥേ ശുഭജായതേ എന്ന് പറയുന്നു. സംഘത്തിൽ നിന്ന്, അറ്റാച്ച്മെന്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഞാനും അത് വ്യത്യസ്തമാണ് എന്നുള്ള ആ തോന്നൽ. അപ്പൊ വ്യത്യസ്തത മാറണമെന്നുണ്ടെങ്കിൽ പൂർണ്ണജ്ഞാനത്തിലേക്ക് വരണം. അപ്പൊ യാത്ര ശരിക്കും ആ സായുജ്യതയിലേക്കാണ്. അതും ഞാനും ഒന്ന് തന്നെയാണെന്ന തിരിച്ചറിവിലേക്കാണ്. സിംഗുലാരിറ്റി എന്ന് സയൻസ് പറയുന്നു. അപ്പൊ സഹജമാർഗത്തില് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സിംഗുലാരിറ്റി എന്നാണ്. നമുക്ക് ആ എസെൻസ് തന്നെ മാസ്റ്റർ തരുന്നു. പ്രാണസ്യ പ്രാണം തന്നെ നൽകുന്നു. ഇതാണ് ശരിക്കും നിങ്ങൾ, ഇതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. നിങ്ങൾ അവിടെ അട്രാക്റ്റഡ്, അവിടെ അറ്റാച്ച് ആയിട്ട്, ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, അവിടെയാണ് ബോണ്ടേജ് വേണ്ടത്. ആ പൂർണ്ണജ്ഞാനത്തിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ആ സ്മരണയിൽ നിങ്ങൾ ഇവിടെ ജീവിക്കും. അപ്പൊ ആകുമ്പോൾ ഭൂമിയുടെ ക്വാളിറ്റീസ് എൻ്റേത്, ഞാൻ തന്നെയാണ്. ആകാശത്തിന്റെ ക്വാളിറ്റീസ് ഞാൻ തന്നെയാണ്. അന്തരീക്ഷത്തിന്റെ ക്വാളിറ്റീസ് ഞാൻ തന്നെയാണ്. അഗ്നിയുടെ ക്വാളിറ്റീസ് ഞാൻ തന്നെയാണ്. ഇതെല്ലാം തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരുന്നു. പിന്നെ അതിനോടൊന്നും ആകർഷണം ഇല്ലാതെയും വന്നു. ശരിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഒന്ന് തന്നെയാണ്, ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിവ്. അങ്ങനെയാകുമ്പോൾ ഈ ഭൂമി ട്രാൻസെൻഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ മുകളിലത്തെ ദ്വാരം എന്ന് പറയുന്നത്. നമ്മൾ ആ ദ്വാരത്തിലൂടെ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സിംഗുലാരിറ്റിയിലേക്ക് എത്തണം, അത്രയും ചെറുതാവണം. ചെറുതിൽ ചെറുതാവുമ്പോഴേ വലുതിൽ വലുതാവാൻ പറ്റും. അണോരണീയ മഹതോ മഹിയാൻ, ഇതാണ് ഈശ്വരനെ പറ്റിയിട്ടുള്ള നിർവചനം. അണോരണീയ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും എസെൻസ് ആയിട്ട് മാറുക എന്നുള്ള, കോൺസെൻട്രേറ്റഡ് എസെൻസ്. ചെറുതാവുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന ആ എസെൻസ്, അത്രയും എസെൻസ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് സിംഗുലാരിറ്റി ഇതാന്ന് സയൻസ് തന്നെ പറയുന്നു. സിംഗുലാരിറ്റി ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെയും പിന്നെ പ്രപഞ്ചങ്ങളുടെ അറിവുകൾ ഉൾക്കൊള്ളുന്നതാണ്. നമ്മൾ അത് സങ്കല്പിക്കാൻ പറ്റില്ല, പക്ഷെ അത് അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ദാജി ഈ ഒരു അടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നത് നമ്മൾ അവിടെ എത്താത്തതുകൊണ്ടാണ്. ഒരു കുട്ടിക്ക് അച്ഛന്റെ അനുഭവം എന്താണ് എന്ന് അറിയില്ല. കുട്ടി അച്ഛനാവും പറയുന്നു, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അറിയുന്നു. അതുപോലെ തന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ആ അനുഭവം നാം ഒന്നായി മാറുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലാതെ മാറും. ബുദ്ധിമുട്ടായി മാറുന്നത് നമ്മൾ വെറുതെ കേട്ടറിവുകൊണ്ടാണ്, വിശ്വസിക്കുന്നതുകൊണ്ടാണ് മാത്രമാണ്. ഇപ്പൊ യജുർവേദം, സാമവേദം, അഥർവേദം, നമ്മൾ കേൾക്കപ്പെടുന്ന ഈ വേദങ്ങൾ ഈ അറിവിന്റെ സൂചന നൽകുന്നു. ഇപ്പൊ ഉപനിഷത്ത് തന്നെ സൂചന നൽകുന്നു, പക്ഷെ കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ദാജി വേറെ ഉദാഹരണം പറയുന്നുണ്ട്. നിങ്ങൾ സമ്പന്നനായ ഒരാളുടെ കൂടെ താമസിച്ച് ഞാൻ സമ്പത്ത് അനുഭവിക്കുമ്പോൾ സംതൃപ്തനാവുമോ? എനിക്കതുപോലെ സമ്പന്നനാവും തോന്നില്ലേ? എനിക്ക് അതുപോലെ തന്നെ ആവണം. അതുപോലെ തന്നെ ഈ വേദങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഉപനിഷത്ത് കേൾക്കുമ്പോൾ, ഇത് കേട്ടിട്ട് പോരാ. കേൾക്കാൻ എത്ര ദിവസം വേണമെങ്കിൽ കേൾക്കാം, സംസാരിക്കാം. പക്ഷെ അതായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്നതിന്റെയും കാണുന്നതിന്റെയും അപ്പുറം കിടക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ശ്രുതിവത് പ്രതിമന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല. ഇതെല്ലാം കേട്ടിട്ടും ഇതിലെല്ലാം കണ്ടിട്ടും ഇതിലൊന്നും വീഴാതെ അചഞ്ചലനായിട്ട്, കാരണം ഇതൊക്കെ എന്നിൽ നിന്ന് പ്രകടമായിട്ട് മനസ്സിലായിട്ട് ജീവിക്കുക, അതാണ് സ്ഥിതപ്രജ്ഞ. സമാധാവചല, അപ്പൊ സമാധിയിൽ അചലനായിരിക്കുന്നു. അങ്ങനെയുള്ളവരുടെ യോഗം അവാപ്സിസ്, യോഗത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പൊ യോഗയുക്തനാവുക എന്ന് പറഞ്ഞാൽ യൂണിഫിക്കേഷനിലേക്ക് എത്തുക, ഇന്റഗ്രേഷൻ, യൂണിഫിക്കേഷൻ. ഇതാണ് ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പോ സർവം ഖല്ലും ഇതം ബ്രഹ്മ എന്നുള്ള ആ സ്റ്റേറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര നടത്തേണ്ട ആവശ്യമില്ല. ഈ പൂർണ്ണജ്ഞാനത്തിലേക്കുള്ള യാത്ര അറിയേണ്ട ആവശ്യമുണ്ട്. അതിന് ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം വളരെ ലളിതമായിട്ടുള്ള ഒരു പാത കാണിച്ചു തരുന്നു. പാതയാണ് പ്രാണാഹുതി. മാസ്റ്റർ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള മാസ്റ്റർ പ്രാണാഹുതിയാണ്. ആ പ്രാണാഹുതി നൽകുന്ന, ആ പ്രാണാഹുതിയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു ലിവിങ് മാസ്റ്റർ നമ്മുടെ കൂടെയുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷനിലേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.